PSC വിന്നേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 151/2024 40 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജാവലിൻ. 2 കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി ആണ് നിതിൻ മധുകർ ജംദാറാണ്. 3 എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ഓപ്ഷൻ സി ആണ് മദ്രാസ്. 4 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാരാണ്? ഓപ്ഷൻ ബി ആണ് ലാല ഹർദയാൽ. 5 താഴെ പറയുന്നതിൽ ബാലഗംഗാധര തിലകൻ്റെ ജേണൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മറാത്ത. 6 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ BR അംബേദ്കർ. 7 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലോർഡ് ലിത്കോ. 8 PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതിക്ക്. 9 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് സോവിയറ്റ് യൂണിയൻ. 10 രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ഓപ്ഷൻ സി ആണ് 30. 11 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 12 മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 25. 13 രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം? ഓപ്ഷൻ ബി ആണ് പയ്യന്നൂർ. 14 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 15 ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? 15 ഓപ്ഷൻ സി ആണ് ഗാന്ധിജി. 16 രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് ലോർഡ് കേഴ്സൺ. 17 മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 17 ഡിലീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. 18ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 19ഉം ഡിലീഷനാണ്. 20 വരുന്നത് നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡാണ്. 21ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 22 സെബിയുടെ പൂർണ്ണ രൂപം? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 23 പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? 23 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം 40. 24 അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 24 ഓപ്ഷൻ ഡി ആണ് മിസൈലാണ്. 25 ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 25 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത് ഇവയൊന്നുമല്ല. 26 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി ഏത്? 26 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത് ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. 27 ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1 ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. 3 ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് 1ഉം 3ഉം. 28 ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് 3ാമത്തതാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. അതാണ് തെറ്റായ പ്രസ്താവന. 29 പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? 29 ഓപ്ഷൻ സി ആണ് ഹരിയാന. 30 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 1 കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 2 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. 3 അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. 4 നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത്. 30 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത് 4. 31 കേരളത്തിലെ സമുദ്രതീരം സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് ഏതെല്ലാം? 1 കേരളത്തിൻ്റെ കടൽ തീരം
590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. 2 നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. 3 മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി. 31ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. എല്ലാം ശരിയാണ്. 32 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 2ഉം 3ഉം ആണ് ശരിയുത്തരം. പാമ്പാടുംചോല ഇടുക്കി, അതുപോലെ 3 ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. 33 കേരളത്തിലെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക. 1 മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 3 ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. 33 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. 34 കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? 1 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. 2 കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. 3 തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര. 4 പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. 34 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര എന്നതാണ് ഈ പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. 35 കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായവ കണ്ടെത്തുക. 35 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. എല്ലാം ശരിയാണ്. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. 3 വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. 36 കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. 36 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 37 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? 37 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 3. 38 തിരുവല്ലപ്പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? 38 ഡിലീഷനാണ് ക്വസ്റ്റ്യൻ. 39 കേരളത്തിലെ തെക്കു പടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? 39ൻ്റേത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം. 40 നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? 40 ഓപ്ഷൻ ബി ആണ് ഇടുക്കി.